യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആണ് ചിന്തിക്കുന്നത്. യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. അമിതായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കും. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. യാഫേവിലേക്ക് ചെന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളതാണ്. ഗോഡ്സ് പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി. ദൈവങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവിക പദ്ധതിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവം ആരാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാനും പറയാനും നമ്മളെ പ്രാപ്തരാക്കിയെടുക്കുന്നത്. ഇവിടെ ഈ വേദഭാഗത്ത് നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഒരു ദൈവത്തിന്റെ പ്രവാചകനാണ്. ദൈവത്തിന്റെ പ്രവാചകൻ യോനായിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പറഞ്ഞു, നിനവയിലേക്ക് പോകുക, അവിടെ ചെന്നിട്ട് അവിടെ പ്രസംഗിക്കുക. നിനവേ എന്ന് പറയുന്നത് അന്നത്തെ വലിയ ഒരു രാഷ്ട്രത്തിന്റെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൽ ചെന്ന് പ്രസംഗിക്കണം. അപ്പം ഈ നിനവേക്കാര് തങ്ങളെ ഉപദ്രവിക്കാൻ വരുമെന്ന് യഹൂദനായിരിക്കുന്ന യോനായ്ക്ക് അറിയാം. അപ്പൊ അവരെ തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളോട് പോയി പ്രസംഗിക്കാനാണ് ആര് പറഞ്ഞത്? ദൈവം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ അദ്ദേഹം അതിന് വിരോധമായിട്ട് അദ്ദേഹം മറ്റൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ ആ പോകുന്ന പോക്കിലുണ്ടാകുന്ന അനർത്ഥമാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിന്റെ ആകം. ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളുന്ന 4 പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മുടെ ആക്ഷൻസ് വരുന്നത്. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതനുസരിച്ചാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് താന് കപ്പൽ കയറിയത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദം ശ്രദ്ധിക്കുക. യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകേണ്ടത്. അപ്പൊ യോനയുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? യോന എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഈ ദൈവത്തിന് കടലിന്റെ അടുത്ത് വരെ വരാൻ പറ്റത്തുള്ളൂ. ഈ ദൈവത്തിന് അത്രയൊക്കെയുള്ള റേഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകാമെന്നാണ് അദ്ദേഹം അന്നേരം ചിന്തിച്ചത്. നോക്കിയേ, ദൈവത്തെക്കുറിച്ചുള്ള തന്റെ ധാരണ പിശകാണ് യഥാർത്ഥത്തിൽ തന്നെ അവിടെ നിന്ന് ദൂര സ്ഥലത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. പ്രീതിമക്കളെ, ഇതൊക്കെ വളരെ സ്പഷ്ടമായ യാഥാർത്ഥ്യമായ കാര്യമാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകണം, അറിവുണ്ടാകണം. നമ്മളെ എതിർക്കുന്നവരോ നമ്മളെ വിമർശിക്കുന്നവരോ നമ്മളെ കളിയാക്കുന്നവരോ ഒക്കെയുള്ള ആ ഒരു ആളുകളോട് പോലും നമ്മുടെ കർത്താവായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കർത്താവ് കരുണ കാണിച്ചേനെ, താൻ അവരെ ചേർത്ത് പിടിച്ചേനെ. നമ്മുടെ ദൈവത്തിന്റെ ആ സ്നേഹവും മനസ്സലിവും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകുവാൻ ഇടയായിത്തീരും.
സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അവർ ഗാഡ് വിൽ ഡിസൈഡ് ഹൗ വി ആർ ടേക്കിംഗ് ആക്ഷൻസ്, ഹൗ വി ആർ സ്പീക്കിംഗ്. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ സൂചകങ്ങളായിട്ട് നിൽക്കുന്നത്. നമുക്ക് ദൈവത്തെക്കുറിച്ച് ആഴമായ അറിവുണ്ടെങ്കിൽ തീർച്ചയായും അതനുസരിച്ച് പ്രതികരിക്കും. ഈ യോനായിക്ക് ഇങ്ങനെ ഒരു അറിവുണ്ടെന്ന് വിചാരിച്ച് ഞാൻ എവിടെ ചെന്ന് പാർത്താലും ആരുടെ കൈ എന്റെ പുറകെ ഉണ്ട്, ദൈവത്തിന്റെ കരം എന്റെ പുറകിലുണ്ടെന്ന് യോനായിക്ക് അറിയാമായിരുന്നെങ്കിൽ യോന ഒരിക്കലും ഓടാൻ ശ്രമിക്കത്തില്ലായിരുന്നു. താൻ എവിടെ പോയാലും ദൈവത്തിന്റെ കരം അവിടെ ഉണ്ടെന്ന് യോന ആ ഓട്ടത്തിൽ പഠിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൗ വി അണ്ടർസ്റ്റാൻഡ് അവർ ഗാഡ് വിൽ ഡിറ്റർമൈൻ ഹൗ വി ആർ ടേക്കിംഗ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ള തീരുമാനം നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവനുസരിച്ച്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാന്നുള്ളത് ബോധ്യപ്പെട്ടോണം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ആകാശത്ത് കയറിയാൽ നീ ഇവിടെ ഉണ്ട്, ഞാൻ പാതാളത്തിൽ ചെന്നാലും നീ അവിടെ ഉണ്ട്, ഞാൻ ഇരുട്ട് നിനക്ക് മറവായിരിക്കട്ടെ എന്ന് പറഞ്ഞാലും ഇരുട്ട് നിനക്ക് മറവല്ല. നമ്മുടെ ദൈവത്തെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദൈവം നമ്മുടെ ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിനേക്കാളും അടുത്തുണ്ട്. സങ്കീർത്തനം 46 പറയുന്നത്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന പദത്തിന്റെ ആശയം എല്ലാത്തിനേക്കാളും അടുത്ത്, നമ്മുടെ ശ്വാസം എടുക്കുന്നതിനേക്കാൾ അടുത്ത് ആരുണ്ട്? സ്വർഗത്തിലെ ദൈവമുണ്ട്. യോന തീരുമാനിച്ചു, ഞാൻ എങ്ങോട്ട് പോവുകയാണ്? യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോ. അങ്ങനെ ഓടാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മനുഷ്യൻ ഓടിപ്പോകാൻ കഴിയത്തില്ല. നമ്മളെ അറിയുന്ന എക്സ്റേ കണ്ണുകളുള്ള ആ ദൈവത്തിന് മുൻപാകെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യോന തോട്ട് ദാറ്റ് ഐ വിൽ റൺ അവേ ഫ്രം ഗോഡ്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകും. ഒന്നാമത്തെ, അദ്ദേഹത്തിന് ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാകുന്നു, ദൈവം ആരാന്ന് മനസ്സിലാകുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ഈ അമിത്തായിയുടെ മകനായ യോനായിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നിങ്ങൾ ഈ യോനയുടെ പുസ്തകം പഠിച്ചിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? യോന നല്ലൊരു മനുഷ്യനായിരുന്നോ? അല്ല. യോനായിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടിന് അദ്ദേഹം ദൈവത്തോട് പോലും ദേഷ്യപ്പെടുന്ന ആളാണ്. ഒന്ന്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സമയത്ത് മീന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ദൈവമേ രക്ഷിക്കണമേ എന്ന്. ഈ നിനവേക്കാര് നശിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ എനിക്ക് ചത്താ മതി എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വഭാവത്തിനകത്ത് അത്ര ശ്രേഷ്ഠതയുള്ള ആളല്ല യോന. എങ്കിലും ആരുടെ അരുളപ്പാട് യോനായിക്ക് വന്നു? യഹോവയുടെ അരുളപ്പാട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മളെ പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്. നമ്മൾ ബലഹീനരായ നമ്മളെ തമ്പുരാൻ ഉപയോഗിക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുവാനിടയായിരുന്നു. നമ്മൾ ബലഹീനരാ, എന്നിട്ടും തമ്പുരാൻ നമ്മളോട് കരുണ ചെയ്യുന്നു. നമ്മൾ ബലഹീനരാ, എന്നിട്ടും ദൈവം നമ്മളെ ഓരോ കാര്യത്തിന് വേണ്ടി വിളിച്ച് മുമ്പിൽ നിർത്തുക. നമ്മൾ ബലഹീനരാ, എങ്കിലും നമ്മുടെ സ്വഭാവം ദൈവത്തിന് അറിയാം, എങ്കിലും തമ്പുരാൻ നമ്മളോട് കരുണ ചെയ്യുന്നു. നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ സ്വഭാവ സവിശേഷതയോ നമ്മുടെ എന്തെങ്കിലും പ്രത്യേകതകളോ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട്. ഗോഡ് ലവ്സ് us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിനറിയാം ഇവനെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിനറിയാം എനിക്ക് ഇവനെ മാറ്റിമറിക്കാൻ കഴിയും. ഇവന്റെ സ്വഭാവത്തെ എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടാണ് തമ്പുരാൻ നമ്മളെ ഓരോ മിഷനായിട്ട് വിളിക്കുന്നത്. ആ ദൈവമക്കളെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. യോന വാസ് നോട്ട് ഗുഡ് ഇനഫ് ടു ഡു ദാറ്റ് മിനിസ്ട്രി. അത് ചെയ്യാനുള്ള ഒരു യോഗ്യതയൊന്നും യോനായിക്കില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അരുളപ്പാട് എങ്ങോട്ട് വന്നു? യോനയുടെ അടുക്കൽ വന്നു. ദൈവത്തിനെല്ലാം അറിയത്തില്ലേ? യോന ഇങ്ങനെ ഓടിപ്പോകുമെന്ന് അറിയത്തില്ലേ? യോന ഇങ്ങനെ ഒരു വഴക്കാളിയാന്ന് ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. എന്നിട്ടും ദൈവം ആ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചു. അതാ നമ്മുടെ ദൈവം. നമ്മുടെ കഴിവ് നോക്കി അല്ല ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ കഴിവുള്ളവരായി മാറും, നമ്മൾ പ്രയോജനമുള്ളവരായി മാറും എന്ന് കണ്ടാണ് തമ്പുരാൻ നമ്മളോട് ഇടപെടുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യോന ഇവിടുന്ന് വിഷമിച്ചാ പോകുന്നത്. തന്നെ വിഷമിച്ച് പോകുക. എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് എങ്ങനെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയാൽ മതി. എന്താ അതിന് കാരണം? ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന്, ആ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് യോനായിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ മനസ്സ് പ്രകാരം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ്സ് വരും. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പലപ്പോഴും ദൈവത്തിന്റെ പ്രോജക്റ്റുകൾ നമുക്ക് വേദനയായിട്ടാണ് തോന്നുന്നത്. യോനായിക്ക് ഇത് വേദനയാണ്.
അയ്യോ ദൈവമേ, എന്തിനാ എന്നെ തർശീസില് നിലവിലേക്ക് വിടുന്നത്? അവര് വളരെ ദുഷ്ടന്മാരായ ആളുകളാ, എന്തിനാ എന്നെ അങ്ങോട്ട് മിനിസ്ട്രിക്ക് വിടുന്നത് എന്ന് യോന സങ്കടപ്പെടുകയാണ്. ആ സങ്കടത്തിന്റെ കാരണം, ആ നിരാശയ്ക്ക് കാരണം ദൈവത്തിന്റെ പ്രോഗ്രാം യോന വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ല. പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ്സ്, ദൈവത്തിന്റെ പദ്ധതികളൊക്കെ പലപ്പോഴും നമുക്ക് നിരാശ തരുന്നതാ. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം കാണുന്ന കണ്ണുകളിൽ ആ കാര്യങ്ങളെ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ നിരാശകൾ മാറുവാനിടയായിത്തീരും. സ്തോത്രം. പലപ്പോഴും നമ്മൾ ഈ ശുശ്രൂഷകന്മാരെന്ന നിലയിൽ പല ടാസ്കുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മൾ സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെ പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആ കാഴ്ച കാണുക. ദൈവം കാണുന്ന കാഴ്ച എന്തുവാ? എന്റെ സൃഷ്ടികൾ വലങ്കയ്യും ഇടങ്കയ്യും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നശിച്ചു പോകുന്നു. അവര് മാനസാന്തരപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അവരേറ്റവും വഷളന്മാരാണെങ്കിലും അവരെങ്ങനെയെങ്കിലും മടങ്ങി വരണമെന്ന് സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നു. ആ കണ്ണ് യോനായിക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യോനായിക്ക് ഡിസപ്പോയിന്റ്മെന്റ് വരത്തില്ല. ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ആ വചനം ഓർപ്പിച്ച് ഞാൻ പറയട്ടെ. ദൈവ പദ്ധതിക്കകത്ത് നിൽക്കുമ്പോൾ വേദനകൾ വരുന്നുവെങ്കിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ നമ്മുടെ നിരാശകൾ മാറുവാനിടയായിത്തീരും. ഒരുപക്ഷെ നമ്മൾ ഇപ്പം കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ ദൈവ പദ്ധതി തന്നെയാണ്. നോക്കിയേ, യോനയുടെ ജീവിതം ശ്രദ്ധിച്ച് എവിടെ പറയാൻ പറഞ്ഞിരിക്കുന്നത്? വളരെ ക്രൂരന്മാരായിരിക്കുന്ന യഹൂദന്മാരെ ഉപദ്രവിക്കുന്ന, അവരെ നശിപ്പിക്കാൻ ആളുകളോട് പോയാണ് സുവിശേഷം പറയാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് വായിക്കാൻ വേണ്ടി ഇടയായിത്തീരും. 4-ാമത്തെ വാക്യത്തിൽ, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ച് കപ്പൽ തകർന്ന് പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് നിലവിളിച്ചു. കപ്പലിന്റെ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ നമ്മൾ വായിക്കുന്ന സമയത്ത് കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മോട് കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവരെ യോനായുമായിട്ടൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ആ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് അവര് സംസാരിക്കുമ്പോൾ യോന പറയുന്ന ചില വാക്കുകളുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യം, അതിനവൻ അവരോട്, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. പറയുക, ഈ കടലും കരയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെയാണ് ഞാന് സേവിക്കുന്നത്. നോക്കിയേ, അദ്ദേഹത്തിന് അറിവുണ്ട്. അദ്ദേഹത്തിന്റെ തിയോളജി അദ്ദേഹത്തിന്റെ വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിന്റെ തിയോളജി, ദൈവശാസ്ത്രം വളരെ കറക്റ്റാണ്. പറയുകയാണ്, ഈ ദൈവം സർവത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആക്ഷൻസ് അതിനനുസരിച്ച് വരുന്നില്ല. പ്രിയ മക്കളെ, നമ്മുടെ അറിവ്, ദൈവശാസ്ത്രപരമായ അറിവ് ഈ ദൈവദാസനെ സംബന്ധിച്ചോളം പ്രോപ്പറായിട്ട് സംഭവിക്കുന്നില്ല. നമുക്ക് ശരിയായിട്ടുള്ള അറിവ് ദൈവത്തെ കുറിച്ചുണ്ടാകട്ടെ. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ദൈവത്തിന് നമ്മളെ കുറിച്ചെല്ലാം ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. അത് നമ്മുടെ യോഗ്യത നോക്കിയൊന്നും അല്ല തമ്പുരാൻ നമ്മളെ ആ പദ്ധതിയിലാക്കിയിരിക്കുക. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും കൊണ്ടാണ്. വളരെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മള് ദൈവത്തിന്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്കത് പലപ്പോഴും നിരാശയായിട്ട് വരും. ദൈവം എങ്ങനെയാണ് കാണുന്നത്? ഒരു മനുഷ്യർ നമ്മളെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ കണ്ണിക്കൂടെ അത് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. ദൈവം ചിന്തിക്കുന്നത് പോലെ നമുക്ക് കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ്. കർത്താവെ, ഞാൻ ആ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവം അറിയാതെയല്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവെ, അങ്ങയുടെ എല്ലാ ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്നതും ഞങ്ങളായിരിക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ പദ്ധതിയിലാകിയാൽ സ്തോത്രം. ഞങ്ങൾക്കത് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവെ, അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചല്ല പച്ച, അങ്ങ് ഞങ്ങളോട് കരുണ ചെയ്തതുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ തിരിച്ചറിയുന്ന കർത്താവേ സ്തോത്രം.
ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും പലപ്പോഴും സ്വാധീനിക്കപ്പെടാറുണ്ട് എന്നുള്ള വസ്തുത ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയെക്കുറിച്ച് ആഴമായി അറിയുവാൻ, അങ്ങയുടെ ഹൃദയം അറിയുവാൻ, അങ്ങയുടെ മനസ്സറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു.